വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. പെൺകുട്ടി തീവ്രപരിചരണ വിഭാഗത്തിൽ. വാതിൽക്കൽ നിന്ന് മാറാത്ത ദേഷ്യത്തിൽ ട്രാക്കിലേക്ക് ചവിട്ടിയിട്ടുവെന്ന് പ്രതി സുരേഷ് കുമാറിന്റെ കുറ്റസമ്മതം. വധശ്രമത്തിന് കേസെടുത്തു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പൊതുസ്ഥലങ്ങളിൽ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് സുപ്രീം കോടതി. തെരുവുനായ വിഷയത്തിൽ ദേശീയ മൃഗക്ഷേമ ബോർഡിനെ കക്ഷിയാക്കി. സംസ്ഥാനങ്ങളുടെ മറുപടി ക്രോഡീകരിച്ച് സമർപ്പിക്കാൻ അമിക്കസ് ക്യൂറിക്ക് നിർദ്ദേശം. വെള്ളിയാഴ്ച ഇടക്കാല ഉത്തരവിറക്കും. മറുപടി വൈകിയതിൽ നിരുപാധികം മാപ്പ് പറഞ്ഞ് ചീഫ് സെക്രട്ടറിമാർ. കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് പ്ലാന്റ് തുറക്കുന്നതിനെതിരെ നാളെ വൈകിട്ട് മുതൽ വീണ്ടും സമരം പ്രഖ്യാപിച്ച് ജനകീയ സമിതി. ജനപ്രതിനിധികളെ ക്ഷണിക്കാത്തതിൽ സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച് UDF. യോഗം വൈകിട്ട് 5 മണിയിലേക്ക് മാറ്റി. ജനങ്ങൾ നടത്തുന്നത് ശുദ്ധവായുവിന് വേണ്ടിയുള്ള പോരാട്ടമെന്നും ലീഗിന്റെ പിന്തുണയെന്നും PK കുഞ്ഞാലിക്കുട്ടി. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഇന്ന് തൃശൂരിൽ. മികച്ച ചിത്രം, നടൻ, നടി ഇനങ്ങളിൽ ഇഞ്ചോടിഞ്ച് മത്സരം. ജൂറിയുടെ അന്തിമ പരിഗണനയിൽ എത്തിയത് 38 ചിത്രങ്ങൾ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പ്രേംകുമാറിനെ മാറ്റിയത് കാലാവധി കഴിഞ്ഞതിനാലെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. സർക്കാരിന്റെ ഭാഗത്ത് തെറ്റില്ലെന്നും ആശാസമരത്തെ പ്രകീർത്തിച്ചതിന് അനിഷ്ടമെന്ന വാദം ശരിയല്ല എന്നും മന്ത്രി.